നമസ്കാരം, എൻ്റെ പേര് അശ്വതി. ഞാൻ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറായിട്ട് LSTDയിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ 2023 MTech പാസ് ഔട്ട് ആയതിന് ശേഷമാണ് PSCയിലോട്ട് ഒരു സീരിയസ് ആയിട്ട് ഞാൻ എക്സാംസൊക്കെ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു കോച്ചിങ് ക്ലാസ് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പലരും, അതായത് ഓൾറെഡി ജോലി കിട്ടിയ പലരും പറഞ്ഞതാണ് ഷിൻഡോ സാറിൻ്റെ ഹോളി മദർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എനിക്ക് ഒരു ഓൺലൈൻ കോച്ചിങ്ങിനേക്കാളും ഒരു ഡയറക്റ്റായിട്ട് പോയി പഠിക്കാനൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടുത്ത് ചാലക്കുടിയിൽ സാറിൻ്റെ ഡയറക്റ്റ് ബാച്ചിൽ ഓഗസ്റ്റിൽ 2023 ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ തുടക്കത്തിൽ ചെന്നപ്പോൾ തന്നെ സാറ് പറഞ്ഞത്, ഒരു ജോലി നിങ്ങൾക്ക് ലക്ഷ്യം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങളൊരു 2 വർഷമെങ്കിലും ഇരുന്ന് പഠിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഡയറക്റ്റ് ബാച്ചിൽ കയറി നോട്ട്സൊക്കെ തയ്യാറാക്കി കഴിഞ്ഞ് കുറച്ച് ക്ലാസ്സസൊക്കെ ആയപ്പോൾ സാറ് പറഞ്ഞു, ഇനി റിവിഷൻ ബാച്ചിലോട്ട് മാറിക്കൊള്ളാൻ പറഞ്ഞു. അവിടെ എന്ന് പറഞ്ഞാൽ വീക്കിലി നമുക്ക് ഓരോ സബ്ജക്ട്സ് പഠിക്കാൻ തരുമായിരുന്നു. അതിൻ്റെ എക്സാം വരുന്ന തിങ്കളാഴ്ച നടത്തുമായിരുന്നു. ഇതുകൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സാം നമുക്ക് ഓരോ വ്യാഴാഴ്ചയും നടത്തിയിരുന്നു. അപ്പോൾ ഓരോ എക്സാം കഴിയുന്തോറും എനിക്ക് എന്നെ തന്നെ ഒന്ന് വിലയിരുത്താൻ സാധിച്ചു. അതായത് സ്കോഴ്സൊക്കെ കുറച്ച് മെച്ചപ്പെട്ടു തുടങ്ങി. അതുപോലെ നെഗറ്റീവ് വരുന്നത് എനിക്ക് കുറയ്ക്കാനും സാധിച്ചു. ഷിൻഡോ സാർ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന കാര്യമാണ്, നിങ്ങൾ പഠിച്ചാൽ മതി, ഞങ്ങൾ പ്ലാൻ ചെയ്തോളാമെന്ന്. സാർ ഓരോ എക്സാമിനും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് ഓരോ എക്സാമിനും സ്കെഡ്യൂൾ ഇടാറുണ്ട്. ആദ്യമൊക്കെ ഞാനിവിടെ എക്സാം എഴുതിയിരുന്നപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റുകളിലാണ് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മെയിൻ ലിസ്റ്റിൽ വരണം എന്നുള്ള ആ ഒരു ആഗ്രഹം വന്നു തുടങ്ങി. പിന്നീട് എഴുതുന്ന എക്സാംസിലെല്ലാം മെയിൻ ലിസ്റ്റിലും, പിന്നെ എൻ്റെ റാങ്ക് കുറച്ചും കൂടെയൊക്കെ എനിക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിച്ചു. ഇവിടുത്തെ ആ ഒരു പഠനം കൊണ്ട് ഞാൻ ഫസ്റ്റ് എഴുതിയ എക്സാമാണ് ദേവസ്വം ബോർഡിൻ്റെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ. അതിലെനിക്ക് മെയിൻ ലിസ്റ്റിൽ വരാൻ സാധിച്ചു. തുടർന്ന് അങ്ങോട്ട് എഴുതിയ പരീക്ഷകളിലെല്ലാം തന്നെ എനിക്ക് മെയിൻ ലിസ്റ്റിൽ വരാൻ സാധിച്ചിട്ടുണ്ട്. ട്രേഡ്സ്മാൻ SOM, ഹാർബർ 3rd ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ് PWD ഇറിഗേഷൻ, LSTD PWD ഇറിഗേഷൻ ഫസ്റ്റ് ഗ്രേഡ്, ജൂനിയർ ഇൻസ്ട്രക്ടർ, പിന്നെ ലാസ്റ്റ് ഈ അടുത്ത റിസൾട്ട് വന്ന LSTD AE. അതിലെനിക്ക് 7ാമത്തെ റാങ്ക് എനിക്ക് സെക്യൂർ ചെയ്യാൻ പറ്റി. ഇതുകൂടാതെ ഞാൻ മറ്റ് എക്സാംസ് എഴുതാറുണ്ട്. എനിക്ക് റെയിൽവേ, SSC അങ്ങനത്തെ എക്സാമുകളും എഴുതാറുണ്ട്. അപ്പോൾ അതിൽ റെയിൽവേയിലും ഗേറ്റിലും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി. മുന്നത്തെ ഞാൻ ചെയ്ത ഒരു എക്സാംസിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതിയപ്പോൾ റെയിൽവേയിൽ എനിക്ക് 2 ടയറുകളും പാസ്സാവാൻ പറ്റി. അതുപോലെ ഗേറ്റിലും എൻ്റെ മുന്നത്തേക്കാളും നല്ല ഒരു സ്കോർ എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ സാറിൻ്റെ ആ ഒരു ഗൈഡൻസ് മാത്രമല്ല, സാറിൻ്റെ ആ ഒരു മോട്ടിവേഷനും കൂടെ ഇതിൽ വലിയൊരു ഭാഗമാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ സാറിൻ്റെ ആ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു വോയിസ് കേട്ടാൽ മതി, നമുക്ക് വീണ്ടും പഠിക്കാനായിട്ടുള്ള ഒരു ഊർജം തന്നെ വരും നമുക്ക്. എക്സാം എഴുതാതിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, സാറ് പറയുന്ന ആ ഒരു പാത്ത് ഫോളോ ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ലക്ഷ്യം വെച്ച എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.